സർക്കാർ ജീവനക്കാരുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മുഖ്യമന്ത്രിയുടെ സന്ദേശം എത്തിയതിൽ ഡാറ്റാ ചോർച്ചയ്ക്ക് തെളിവുകൾ നിരത്തി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. ജീവനക്കാരുടെ വിവരങ്ങൾ PRDക്ക് കൈമാറാൻ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ കത്ത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. സന്ദേശങ്ങൾ അയക്കുന്നതിന് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചെന്നും രമേശ് ചെന്നിത്തല പുറത്തുവിട്ട കത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാണെന്നുമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വിശദീകരണം. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിവിവരങ്ങളടക്കം മുഴുവൻ ഡാറ്റയും ചോർത്തിയെന്നാണ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. ഇതിന് കൂട്ടുനിന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി ഉദ്യോഗസ്ഥനായ ശ്രീറാം സാംബശിവറാവു. OSG കെ സ്മാർട്ടിന് അയച്ച കത്ത് രമേശ് ചെന്നിത്തല പുറത്തുവിട്ടു. ഇക്കഴിഞ്ഞ 12-നകം വിവരങ്ങൾ നൽകണമെന്നായിരുന്നു കഴിഞ്ഞ വർഷം ഡിസംബർ 31 അയച്ച കത്തിലെ ആവശ്യം. സെൻട്രലൈസ്ഡ് നോട്ടിഫിക്കേഷൻ ഹബ് ഫോർ ഗവൺമെന്റ് സർവീസസ് എന്ന പേരിൽ ഒരു ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആരംഭിക്കുന്നുണ്ടെന്നും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പ് ഇതിനുവേണ്ടി പ്രവർത്തനം ആരംഭിച്ചെന്നും ഈ കത്തിൽ വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കത്തെന്നും രമേശ് ചെന്നിത്തല. ഡാറ്റാ മോഷണം ആര് നടത്തിയാലും തെറ്റാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആര് ഡാറ്റ മോഷണം നടത്തിയാലും തെറ്റാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡാറ്റ മോഷ്ടിച്ചെന്ന് ഓർത്തോട്ട് മുഖ്യമന്ത്രിയും ഡാറ്റ മോഷ്ടിക്കാൻ ഇറങ്ങാമോ? ഡാറ്റ മോഷണമാണ്. സന്ദേശങ്ങൾ അയച്ചത് പ്രഥമദൃഷ്ട്യാ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. ഇനി സന്ദേശം അയക്കരുതെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.